ഹലോ, അസ്സലാമു അലൈക്കും. അരി കുതിർത്തി അരയ്ക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നെയ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 3/4 കപ്പ് ഉഴുന്നിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഇത് കുതിർക്കാൻ വെക്കേണ്ടത്. ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും കുതിർന്ന് കിട്ടിക്കോളും. നല്ലോണം കഴുകിയതിൻ്റെ ശേഷമാണ് കേട്ടോ അത് കുതിരാൻ വെച്ചത്. കാരണം ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ഉഴുന്ന് അരച്ചെടുത്താലാണ് നല്ല അടിപൊളി ടെക്സ്ചർ കിട്ടുക ദോശയ്ക്ക്. അപ്പോൾ അതാ ഈ വെള്ളം മുഴുവനും വേണ്ട. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ബാക്കി ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു പിടി അവിൽ നനച്ചെടുത്തതാണ്, അതും കൂടി അരയ്ക്കാൻ നേരത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളറും ടെക്സ്ചറും ഒക്കെ കിട്ടും ദോശയ്ക്ക്. അവിൽ ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉലുവ എന്തായാലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം അരച്ചെടുക്കുക പറഞ്ഞാൽ തീരെ തരിയില്ലാതെ അരച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ദോശക്കാണെങ്കിൽ ചെറിയ തരിയൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ അരിപ്പൊടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം വേണം ഉഴുന്നിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഈ 3/4 ഗ്ലാസ് ഉഴുന്നിന് 2 ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ലൂസ് ബാറ്ററാക്കി എടുക്കണം. അതായത് ഞാൻ മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളവും ബാക്കിയുള്ള ഉഴുന്നരച്ച വെള്ളവും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അതേപോലെ കുറച്ച് കട്ടിയിലുള്ള ഒരു മാവാക്കിയിട്ട് അതിലേക്കാണ് നമ്മൾ ഉഴുന്ന് അരച്ച് വെച്ചത് കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുത്തിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു 8 മുതൽ 10 മണിക്കൂർ ആകുമ്പോഴത്തേന് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ നേരെ വെളുത്തിട്ടാണ് കേട്ടോ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അത്യാവശ്യം നല്ല പതിഞ്ഞ് പൊങ്ങി ഫെർമെൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ ഇത് ഇതേപോലെ തന്നെ വെച്ചാൽ നല്ല പൂ പോലുള്ള സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ദോശയ്ക്ക് ആയതുകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള ബാറ്ററാണല്ലോ വേണ്ടത്. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുമില്ല. അപ്പോൾ കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ഇങ്ങനെ കോരി ഒഴിക്കാൻ പാകത്തിനുള്ള ഒരു മാവാക്കി മാറ്റണം. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറേശ്ശെ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കയ്യിൽ ഫോൺ ആയതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. നമ്മളെ ഉലുവാണ് കേട്ടോ ഫെർമെൻറ്റേഷനും പിന്നെ നല്ല മാവിൻ്റെ ഈ സോഫ്റ്റ്നെസ്സിനൊക്കെ സഹായിക്കണേ. ഇനി നല്ല ദോശ നല്ല ക്രിസ്പി ആവാനും നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാനൊക്കെ വേണ്ടിയിട്ടും ഇതേപോലെ ഉലുവയും അവിലൊക്കെ സഹായിക്കും. അപ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിത് ദോശക്കല്ല് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കല്ല് ചൂടായോ നോക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി. ഓവർ ചൂടുള്ളത് കുറയ്ക്കാനും വെള്ളം ഹെൽപ്പ് ചെയ്യും. അതേപോലെ നല്ല ചൂടാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ മാവ് ഇതേപോലെ ഇങ്ങനെ കറക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റ് ദോശ ഇഷ്ടമുള്ളവരാണെങ്കിൽ മാവ് കുറച്ച് കട്ടിയിൽ വെച്ചിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് വേണ്ടെങ്കിൽ ഇതേപോലെ നല്ല സിമ്മിൽ വെച്ചിട്ട് കുറച്ച് നേരെ ഇരുത്തി മൊരിയിച്ചെടുക്കുക. ഇനി ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇതിൽ കുറച്ച് പശു നെയ്യും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. നല്ല ഹോട്ടലിലത്തെ നെയ് റോസ്റ്റിൻ്റെ സ്മെല്ല് വരും. ഇത് ചട്ടിയിൽ നിന്ന് നേരെ വിട്ട് വരും കേട്ടോ. നമ്മൾക്ക് ചട്ടകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ എനിക്ക് തട്ടിലെ കുട്ടി ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മളെ തട്ടുകടയിലൊക്കെ കിട്ടണ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ബബിൾസ് വരുമ്പോൾ ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് ഒന്ന് വെന്തതിന് ശേഷം ഇതിൽ നെയ്യ് പരട്ടണമെന്നൊന്നുമില്ല. നെയ്യ് പരട്ടിയാൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇത് മറിച്ചിടാതെ തന്നെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മറിച്ചിടണ്ടേ. ഇനി ഇതിലേക്ക് തക്കാളി ചമ്മന്തി കേട്ടോ ബെസ്റ്റ് കോമ്പിനേഷനും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും. ഞാനൊരു 2 വലിയ തക്കാളിയും ഒരു പകുതി വലിയ ഉള്ളിയും പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ തക്കാളിയുടെ തൊലി ഇങ്ങനെ വിട്ടു പോരാൻ പാകമാകുമ്പോഴത്തേനും ഇത് അത്യാവശ്യം വാടിയിട്ടുണ്ടാകും. തക്കാളി നല്ല ചെറിയതായിട്ട് അരിയണം എന്നൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാനൊരു 3-4 ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ നമ്മളെ മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ടാലും മതി കളറിന് വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇതിനി നന്നായിട്ട് വാടി കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് ചൂടാറിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ.
ഈ ചൂടുള്ള സാധനം മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, ചൂടാറിയതിൻ്റെ ശേഷം അരയ്ക്കുക. ഇനി കടുക് ഒന്ന് വറുത്തതിന് ശേഷം ആ കടുക് വറുത്ത പാത്രത്തിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ കുറേ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. മിക്സിൻ്റെ ജാറ് ജസ്റ്റ് ഒരു ഇത്തിരി വെള്ളത്തിലൊന്ന് ചുഴറ്റിയിട്ട് അത് മാത്രം ചേർത്ത് കൊടുക്കുക. കളറിന് വേണമെങ്കിൽ കാശ്മീരി ചില്ലിയൊക്കെ ഇടുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ കടുക് വറുത്തിട്ട് ഇതിലേക്ക് ഇടുന്നേക്കാട്ടും ടേസ്റ്റ് ആയിരിക്കും ഈ കടുക് വറുത്ത പാത്രത്തിലേക്ക് നമ്മൾ ചട്നി ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുമ്പോൾ. അപ്പോൾ ദോശൻ്റെ ക്രിസ്പിനെസ് ഇതിൽ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നല്ല അടിപൊളി നെയ് റോസ്റ്റും തക്കാളി ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.